നമസ്കാരം. ഇസ്രായേലിലെ യെനാവിൽ യമനിലെ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം. അഷ്ദോദിലെ യമുനയിലെ 10 നില കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. സ്ഫോടനം നടക്കുന്നതുവരെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സൈറൻ മുഴക്കിയതുമില്ല. ഇറാഖിലെ ഇസ്ലാമിക പ്രതിരോധ പ്രസ്താവനയുമായി ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പറഞ്ഞു. ഗസയിലെ അധിനിവേശം അവസാനിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം തെക്കൻ ലബനാനിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും നാട്ടിലേക്ക് മടങ്ങാതെ തെക്കൻ ലബനാനിലെ ഗ്രാമങ്ങളിൽ ചുറ്റിക്കറങ്ങിയ മേജർ എവ്ജനി സെനർഷൈൻ, ക്യാപ്റ്റൻ സാഗി യാക്കോവ്, സ്റ്റാഫ് സർജൻ മേജർ ബിന്യാമിൻ ദസ്താവ്, സർജൻ മേജർ യെറിസ് ബെൻ ഇഫ്രൈം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും നടപ്പാക്കാൻ 60 ദിവസം സമയമുള്ളതിനാലാണ് സൈനികർ തെക്കൻ ലബനാനിൽ ഇപ്പോഴും തുടരുന്നത്. അങ്ങനെ കറങ്ങിയ ഈ 4 പേരും അടങ്ങിയ സംഘം ഹിസ്ബുള്ളയുടെ ഒരു ഭൂഗർഭ അറയിൽ കയറി പരിശോധന നടത്തുമ്പോഴാണ് സ്ഫോടനമുണ്ടായത്. 4 പേരും മണ്ണ് മേൽ വീണ് ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഈ ഭൂഗർഭ അറ ഒരു കെണിയായിരുന്നതായി സൈന്യം സംശയിക്കുന്നു. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.